ഇപ്പോൾ കാണുന്നുണ്ടോ? പ്രസൻറ്റേഷൻ കാണുന്നുണ്ടോ? ശരി. അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ ഏപ്രിൽ 1-ാം തീയതി മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ ഏപ്രിൽ 1-ാം തീയതി മുതൽ ബഡ്ജറ്റ് എൻട്രി ചെയ്താലേ നമുക്ക് ഒരു പേയ്മെൻറ്റ് ഫ്ലോ ചെയ്യാൻ കഴിയുള്ളൂ എന്ന ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഏപ്രിൽ 1, 2024 മുതൽ മാർച്ച് 31 വരെ ഈ ബഡ്ജറ്റ് ഒന്നും ലിങ്ക് അല്ലാത്തത് കൊണ്ട് മാനുവലി അവിടെ ബഡ്ജറ്റിൻ്റെ പേരെല്ലാം എഴുതി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏപ്രിൽ 1 മുതൽ അങ്ങനെയല്ല, കൃത്യമായി ബഡ്ജറ്റ് എൻട്രി ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം 3 സർവീസുകൾ നമ്മളെ മൈൻഡിൽ വെക്കണം. അത് കൃത്യമായി മാപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 93 അർബൻ ലോക്കൽ ബോഡീസ് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ലെവലിലാണ് മാപ്പ് ചെയ്യേണ്ടത്. ഒന്ന് FMBD 01, അതായത് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ സർവീസ് എന്നുള്ളതിന് ഒന്ന് മാപ്പ് ചെയ്യണം. ഓപ്പറേറ്ററായിട്ട് മാത്രം നിലവിൽ മാപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഫ്ലോ ശരിക്കും ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവറാണ്. നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ അതങ്ങനെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സേവ് ചെയ്താൽ ആ ബഡ്ജറ്റ് വിവരങ്ങൾ എഫക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അത് ഓപ്പറേറ്ററായിട്ട് മാത്രം മാപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? FMBD 01 ആണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്നാണ് സർവീസിൻ്റെ പേര്. രണ്ടാമത്തെ സർവീസ് ബഡ്ജറ്റ് എൻട്രി. സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. ബഡ്ജറ്റ് എൻട്രി എന്നുള്ള സർവീസിൻ്റെ പേര് FMBD 37 എന്നാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്ററായിട്ട് മാപ്പ് ചെയ്യണം. അടുത്ത ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ. അത് യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ FMBD 38 എന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ ആഡ് ചെയ്തിട്ട് കൃത്യമായ ആ ഒരു ഫ്ലോയിലൂടെ ബഡ്ജറ്റ് അപ്രൂവൽ ചെയ്യുന്ന രീതിയിലേക്കാണ് ആദ്യം കൊണ്ടുവന്നതെങ്കിലും പിന്നെ അത് മാറ്റി ഓൾറെഡി ബഡ്ജറ്റൊക്കെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പാസ്സാക്കിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻട്രി ചെയ്താൽ മതി എന്ന് വെച്ചപ്പോൾ ഈ ബഡ്ജറ്റ് എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള സർവീസ് വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ 3 കാര്യം പറഞ്ഞു. FMBD 01 ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള സർവീസ് മാപ്പ് ചെയ്യണം. ബഡ്ജറ്റ് അത് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യാനാണ്. 2 ബഡ്ജറ്റ് എൻട്രി എന്നുള്ള സർവീസ് ഓപ്പറേറ്ററായിട്ട് മാപ്പ് ചെയ്യണം, അതായത് FMBD 37. അവസാനമായിട്ട് FMBD 38 എന്നത് അക്കൗണ്ടൻറ്റ് റോൾ നൽകിയാണ് മാപ്പ് ചെയ്യേണ്ടത്. മുകളിൽ 2 ഓപ്പറേറ്റർ റോളാണെങ്കിൽ അവസാനം പറഞ്ഞ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ എന്നുള്ളത് അക്കൗണ്ടൻറ്റ് റോളായിട്ടാണ് മാപ്പ് ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞ ഈ 3 കാര്യം ഓക്കെ ആണോ? ഈ പറഞ്ഞ 3 കാര്യം ഓക്കെ. ഇനി ആദ്യം നമ്മൾ ലോഗിൻ ചെയ്തു കേട്ടോ. നമ്മൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ലോഗിൻ ചെയ്തു. അക്കൗണ്ടൻ്റ് ആയിരിക്കും ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ടത് എല്ലാവരും മാപ്പ് ചെയ്തിട്ടുണ്ടാകുക. അത് ആർക്കായിക്കോട്ടെ, അവരായി ലോഗിൻ ചെയ്യുന്നു. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ FMBD 01 എന്ന സർവീസ് നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു സർവീസ് അറൈസ് ചെയ്യണം. ഓക്കെ സർവീസിൽ കയറുന്നു, അറൈസിങ് ഫയൽ എടുക്കുന്നു, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. ഇതൊന്നും ഇതിന് വേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു റോളില്ല. ഇതെല്ലാവർക്കും അറിയാലോ. ഈ ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റൂട്ട് കീ മാത്രമാണ്. ഓക്കെ, ഈ റൂട്ട് കീ ഈ ഫയൽ ആർക്ക് പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണം മാത്രമാണ് ഈ ജനറൽ ഇൻഫർമേഷൻ. ഓക്കെ, നമുക്ക് ഈ ഫയൽ നമ്മളുടെ ബഡ്ജറ്റ് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യണ സ്റ്റാഫിൻ്റെ ലോഗിനിൽ എത്തിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ വർക്ക്. ഓക്കെ, നമ്മൾ ആദ്യം അപ്പോൾ നമ്മൾ 3 സർവീസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, ഒന്ന് ബഡ്ജറ്റ് എൻട്രി, ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ. അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള സർവീസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ആ ജനറൽ പ്രോപ്പർട്ടീസ് ഫയലിൻ്റെ ആ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതാണ് ജനറൽ പ്രോപ്പർട്ടീസ് ഫീച്ചേഴ്സ്. അതിൽ ബഡ്ജറ്റ് എന്നുള്ള മെനു എടുക്കുന്നു. അപ്പോൾ നമ്മളോട് അക്കൗണ്ടന്റുമാരൊക്കെ ചോദിക്കും ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഒരു എക്സൽ ഫയൽ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. അപ്പോൾ ഈ ഫയൽ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് വന്നു. ന്യൂ ബഡ്ജറ്റിൻ്റെ റിവൈസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ ന്യൂ ബഡ്ജറ്റായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഓപ്പണിംഗ് ബാലൻസിൽ ഇവിടെ കൊടുക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത് 22-23 ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് 21-22 ക്ലോസിംഗ് ബാലൻസ്, 22-23 ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, AFSൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ ഇവിടെ ഈ ഓൺ ഫണ്ട് റവന്യൂ സോഴ്സ്, അതുപോലെ തന്നെ ഈ അസൈൻഡ് റവന്യൂ ലോൺസ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചിട്ട് തലവുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറകിൽ നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാൻ സിമ്പിളായിട്ട് ഒറ്റ കാര്യം കാണിച്ചു തരാം. ഈ ഒരു എക്സൽ ഫയൽ കണ്ടോ, ഓൺ ഫണ്ട് റവന്യൂവിൽ ഏതൊക്കെ ഹെഡുകളിലുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നും
അസൈൻഡ് റവന്യൂവിൽ ഏതൊക്കെ ഹെഡുകൾ കൊടുക്കണമെന്നും അതുപോലെ ലോൺസ് ഡെപ്പോസിറ്റ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പണിംഗ് ബാലൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഓട്ടോ ഡിഫോൾട്ടായിട്ട് നമുക്കൊരു എക്സൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അത് കൃത്യമായി എല്ലാ അക്കൗണ്ടന്റുമാർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എൻട്രി വരുത്താനുള്ളത് റെസീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ബഡ്ജറ്റിൻ്റെ വിവരങ്ങളും, അത് 4 എണ്ണമാണുള്ളത്. ഈ പറഞ്ഞ ഓൺ ഫണ്ട് റവന്യൂ സോഴ്സ്. അപ്പോൾ ഈ ഓൺ ഫണ്ട് റവന്യൂ സോഴ്സ് എന്താണെന്ന് അവർ ചോദിച്ചാൽ ഈ എക്സൽ അയച്ചു കൊടുക്കുക. ഈ എക്സൽ അയച്ചു കൊടുത്തിട്ട് ഈ ഓൺ ഫണ്ട് റവന്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഈ പറഞ്ഞ ഹെഡുകളിൽ വരുന്നതെല്ലാം വരവുകളെല്ലാം ഈ ഒരു ഓൺ ഫണ്ട് റവന്യൂവിൻ്റെയിലേക്ക് കണക്കാക്കേണ്ട സാധനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടന്റുമാർക്ക് സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ക്ലാസ് ഉണ്ട്. അപ്പം നിലവിൽ നമ്മളോട് പറഞ്ഞത് താൽക്കാലികമായിട്ട് അവിടെ വിവരങ്ങൾ ഒരു അപ്രോക്സിമേറ്റ് നിങ്ങളുടെ അറിവിലുള്ള ഒരു വിവരങ്ങൾ അവിടെ എൻട്രി ചെയ്യുക, മൈനസ് അല്ലാത്ത രീതിയിൽ എൻട്രി ചെയ്ത് സേവ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ സേവ് ചെയ്താൽ മാത്രമേ എന്ത് കഴിയുള്ളൂ, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നതിനാൽ ഇവിടെയുള്ള എമൗണ്ടുകളൊക്കെ താൽക്കാലികമായിട്ട് സേവ് ചെയ്യുക. എന്നാലും നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, 22-23 ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്, 0 എന്നുള്ളവിടെ. അതിനുശേഷമുള്ള AFSൻ്റെ വിവരങ്ങൾ 22-23 വിവരങ്ങളാണ്, AFS എമൗണ്ടാണ് എൻട്രി ചെയ്യേണ്ടത്. അടുത്തത് കറൻറ്റ് ഇയർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 23-24 ബഡ്ജറ്റ് വിവരങ്ങളാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ഫിനാൻസ് ആണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് ബഡ്ജറ്റ് എൻട്രി പറയുന്നത് എന്താ അറിയോ, അവർ ചോദിച്ചാൽ അവർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നാളെ മുനിസിപ്പാലിറ്റി ചോദിക്കും ഓപ്പണിംഗ് ബാലൻസ് എന്താ എൻട്രി ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയണം 22-23 എന്താണ് AFSൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണെന്നുള്ളത്. അതിന് സെപ്പറേറ്റ് ക്ലാസ് കാര്യങ്ങൾ അവർ കൊടുക്കും. അതുപോലെ ഇപ്പോൾ ഓൺ ഫണ്ട് റവന്യൂസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് ഈ എക്സൽ കാണിച്ചു കൊടുക്കണം. ഈ എക്സൽ ഞാൻ ചോദിക്കട്ടെ, ഈ എക്സൽ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും അക്കൗണ്ടന്റുമാർക്ക് എക്സൽ കിട്ടിയില്ലവരുണ്ടോ? അപ്പോൾ അത് അങ്ങനെ എക്സൽ കിട്ടിയവരെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിലിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ കൃത്യമായിട്ട് കണ്ടോ, ഈ കാണുന്ന 4 റെസീറ്റിൻ്റെ ഹെഡും 5 പേയ്മെൻറ്റിൻ്റെ ഹെഡും തന്നെയാണ് നമുക്ക് ബഡ്ജറ്റ് എൻട്രിയിൽ ചെയ്യാനുള്ളത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു മിനിറ്റ്. ഒന്നാമത് ഫിനാൻസിൻ്റെ സെഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് നിങ്ങളെ അത്രയ്ക്ക് ആ ലെവലിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ ആഗ്രഹിക്കുള്ളൂ, നമ്മൾ ടെക്നിക്കലി നിങ്ങളോട് ഇത്രയും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 3 സർവീസ് മാപ്പ് ചെയ്യണം, FMBD 01, അതുപോലെ തന്നെ FMBD 37, 38. അതിൽ ഒന്നാമത്തെ സർവീസിൻ്റെ കാര്യമാണ് പറയുന്നത്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള വിവരങ്ങൾ എൻട്രി ചെയ്യുക. നമ്മളുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ക്ലെയിം ചെയ്യുമ്പോൾ അവിടെ ബഡ്ജറ്റ് സെലക്ട് ചെയ്ത് വരണം. ബഡ്ജറ്റിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് കോംബോ സെലക്ഷനാണ്, മുമ്പ് മാനുവലി ചെയ്യുന്നതിന് പകരം കോംബോ ആണ്, ഇത് അങ്ങോട്ട് വരുത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 5 പേയ്മെൻറ്റിൻ്റെ ഹെഡുകളും മുകളിലുള്ള ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ റെസീറ്റ്, ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ്, ഈ വിവരങ്ങളും ഞാൻ തന്ന എക്സൽ നോക്കിയിട്ട് പരമാവധി അവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ആഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അതാണ് ബഡ്ജറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന പ്രോസസ്സ്. അപ്പോൾ അത് കഴിഞ്ഞു, ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമതാണ് ബഡ്ജറ്റ് എൻട്രി. ബഡ്ജറ്റ് എൻട്രി എന്ന് പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ ഓരോ ഹെഡിലും ഇപ്പോൾ സാലറി കൊടുക്കാൻ വേണ്ടി അവരൊരു ബഡ്ജറ്റ് എമൗണ്ട് വെച്ചിട്ടുണ്ട്, സർവീസ് പെൻഷനേഴ്സിന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി അവരൊരു ബഡ്ജറ്റ് എമൗണ്ട് വെച്ചിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ബഡ്ജറ്റ് എൻട്രി എന്ന ഓപ്ഷൻ വഴി എൻട്രി ചെയ്ത് കൊടുത്താലേ സർവീസ് അവർ അറൈസ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ബഡ്ജറ്റ് കോംബോ ബോക്സിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ മൈൻഡിൽ ഒന്നും വെക്കണ്ട. ഞാൻ പറഞ്ഞ 3 സർവീസ് മാപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ വെക്കുക, 2 ബഡ്ജറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യാനുള്ള എക്സൽ ഏതൊക്കെ ഹെഡുകൾ എൻ്റർ ചെയ്യണം എന്നുള്ളത് മൈൻഡിൽ വെക്കുക. അത് നിലവിൽ കേരളത്തിൽ 93 അർബൻ ലോക്കൽ ബോഡീസിലും സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, കഴിഞ്ഞ ദിവസം ട്രെയിനിങ് നിലവിളിച്ചത്. അപ്പോൾ നമുക്ക് അത് അറിയാവുന്ന രീതിയിൽ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക. അത് ഏത് ലെവലിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, ജസ്റ്റ് സേവ് മാത്രം കൊടുക്കുമ്പോൾ എഫക്റ്റ് ആകുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, അതുകൊണ്ട് ധൈര്യത്തിൽ കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ബഡ്ജറ്റ് എൻട്രി എന്നാണ്. അത് സർവീസസിൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ബഡ്ജറ്റ് എൻട്രി എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് അത് ന്യൂ എന്നുണ്ട്, റിവൈസ്ഡ് ഉണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് അവിടെ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. നമ്മളിവിടെ സീറ്റ് സാർ പറഞ്ഞത് ഡൊമൈൻ, നമ്മുടെ ഫിനാൻസിൻ്റെ ഫയലിലേക്ക് ഡൊമൈൻ ഹെഡ് പറഞ്ഞത്
റെസീറ്റ് വിവരങ്ങൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്നുണ്ട്. റെസീറ്റ് വിവരങ്ങളൊന്നും എൻട്രി ഇപ്പോൾ ചെയ്യേണ്ട. പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നിലവിൽ എന്ത് ചെയ്യേണ്ടത്, ഈ ബഡ്ജറ്റ് വിവരങ്ങൾ അടിയന്തരമായിട്ട് എൻട്രി ചെയ്യണം പറഞ്ഞത്, പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സിന്. ഓക്കെ, അപ്പോൾ ഔട്ട്ഫ്ലോ എന്നത് സെലക്ട് ചെയ്യുക. പ്രോജക്റ്റ് ആയിട്ട് ബന്ധമുള്ളതാണെങ്കിൽ എസ് കൊടുക്കുക. പ്രോജക്റ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക് വരുന്നില്ല തോന്നുന്നു, അപ്പോൾ നോ കൊടുത്ത ശേഷം അല്ലാത്ത കേസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് പറയാം. നാളെ നിങ്ങൾക്ക് സാലറി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ വാട്ടർ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് നമ്മളുടെ മുനിസിപ്പാലിറ്റി അടയ്ക്കണം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി പവർ പോയിന്റിൽ ഏത് ബില്ല് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇത്രയും സബ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് കണ്ടോ. നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, അതായത് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് വരുന്നുണ്ട്. അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഇലക്ടർ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LB എന്ന് പറഞ്ഞാൽ അതൊരു സർവീസ് ഉണ്ട്. നമ്മളുടെ വാട്ടർ ചാർജുകളും കറണ്ട് ബില്ലുകളും എല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ പെടും. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കപ്പോൾ അത് ഒരെണ്ണം മാപ്പ് ചെയ്ത് കാണിച്ചു തരാം. അത് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഫണ്ട് ഇവിടുന്ന് ആവശ്യമായ ഫണ്ട് സെലക്ട് ചെയ്യുന്നു. അക്കൗണ്ട് ഹെഡ് നമുക്ക് എന്ത് ചെയ്യുക, ഓഫീസ് ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ വാട്ടർ ചാർജ് ഓഫീസ്. ഓക്കെ, വാട്ടർ ചാർജ് ഓഫീസ് എന്ന് കൊടുക്കുക. വാട്ടർ ചാർജ് ഓഫീസിൽ ബഡ്ജറ്റ് നമ്മളൊരു 10 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. എവിടേക്ക് നമ്മൾ ഒരു 7 ലക്ഷം കൊടുക്കുക. കണ്ട തിരിച്ചറിയാം, ചിലപ്പോൾ 10 പേർ കൊടുത്തിട്ടുണ്ടെങ്കിലും 1 ലക്ഷം. ഓക്കെ, ഒരു 7 ലക്ഷം രൂപ നമ്മൾ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ആ ഹെഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സിമ്പിളായിട്ട് പറയണം, ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മൈൻഡിൽ വെക്കുക. വെറും 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 3 സർവീസ് മാപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിലത്തെ ഒരു സർവീസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യേണ്ട എക്സൽ ഫയൽ എല്ലാവർക്കും നിങ്ങളുടെ ജില്ലയിൽ ഷെയർ ചെയ്യും ഉള്ളവർ, അത് പറഞ്ഞു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് ബഡ്ജറ്റ് എൻ്റർ ചെയ്യുന്നുള്ള ഓപ്ഷനിൽ ഔട്ട്ഫ്ലോയിൽ കൺസേൺഡ് ഹെഡുകളിലത്തെ ബഡ്ജറ്റ് വെച്ച വിവരങ്ങൾ എൻ്റർ ചെയ്യും. ഇവിടെ ഇത് മാത്രം എൻ്റർ ചെയ്താൽ പോരാ, അഡീഷണൽ ഡീറ്റെയിൽസ് ഉള്ളവിടെ ഈ വാർഡ് എന്നത് കാണുന്നത് കണ്ടോ. ചില പ്രോജക്റ്റൊക്കെ വെക്കുമ്പോൾ ചില വാർഡുകളിലേക്ക് ഇപ്പോൾ റോഡ് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ പാലം പണി പറഞ്ഞൊരു വാർഡുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ കൺസേൺഡ് വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അതർ LBസിൻ്റെ വരെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ കേസിൽ എല്ലാ വാർഡും ഓൾ വാർഡ് സെലക്ട് ചെയ്യാനാണ് മുകളിൽ നിന്നും നിർദ്ദേശം തന്നിരിക്കുന്നത്. ഓക്കെ, പെർട്ടിക്കുലർ വാർഡിൽ അല്ലെങ്കിൽ എല്ലാ ഓൾ വാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ കാറ്റഗറി വരും. നോക്കൂ, ഞാനിത് വാട്ടർ ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ വാട്ടർ ചാർജുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബഡ്ജറ്റ് സെൻറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LB എന്നുള്ളതുണ്ട്. മിഷൻ ഇത് നമ്മൾക്ക് ജനറൽ കൊടുത്താലും കുഴപ്പമില്ല, ഏത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ NULM ഉണ്ട്. നമുക്ക് NULMുമായിട്ട് ബന്ധപ്പെട്ട അതിന് ബഡ്ജറ്റ് വെച്ചതാണെങ്കിൽ അങ്ങനെ NULM കൊടുക്കുക. അമൃതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ബഡ്ജറ്റ് വെച്ചാൽ അങ്ങനെ കൊടുക്കുക. നമ്മളിപ്പോൾ ജനറലായിട്ട് ഒരു വാട്ടർ ചാർജിന് 7 ലക്ഷം രൂപ നമ്മുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ബഡ്ജറ്റ് വെച്ചു. ഫങ്ഷണൽ ഗ്രൂപ്പ് ആവശ്യമായത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ ആവശ്യമായത് കണ്ടാൽ നിങ്ങൾക്ക് അറിയും. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഗുഡ്സ് ആൻഡ് സർവീസിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു പ്രശ്നമില്ല വന്നിട്ടില്ലെങ്കിലും. ഓക്കെ, അത് സേവ് ആയിക്കോളും. അടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ബഡ്ജറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ബഡ്ജറ്റിൻ്റെ പേര് കൊടുക്കുക. ഈ ബഡ്ജറ്റിൻ്റെ പേര് ഇതെല്ലാം നമ്മളെ അക്കൗണ്ടന്റുമാർക്ക് അറിയും. അവർക്ക് അറിയാത്ത ടെക്നിക്കലി വേറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഈ അക്കൗണ്ട് ഏത് ഹെഡ് എടുക്കണം എന്നൊക്കെ അവർക്ക് അറിയേണ്ടതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അത്ര വലിയ പ്രൊമോഷനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്ര കാലം ആ സീറ്റിൽ ഇരിക്കാത്തവരായതുകൊണ്ട് എല്ലാവർക്കും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക. ഈ ബഡ്ജറ്റ് നെയിമൊക്കെ അവരുടെ ഓൾറെഡി ബഡ്ജറ്റിൻ്റെ ബുക്കിലുള്ള കേസാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ എടുത്ത്, വാട്ടർ ചാർജാണ് എടുത്ത്. അപ്പോൾ വാട്ടർ ചാർജ് ഓഫീസ് അതെന്താണോ അവരവിടെ ബഡ്ജറ്റിൻ്റെ പേര് കൊടുത്ത് അത് ചെയ്യാം. ജസ്റ്റ് സേവ് കൊടുക്കുക, സബ്മിറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ശരി, നമ്മൾ അടുത്തത് നിങ്ങളുടെ കയ്യിൽ ചോദിക്കുന്ന ചോദ്യമാണല്ലേ, എന്താണ് എഡിറ്റ് ചെയ്യണമല്ലേ, നമ്മൾ എൻട്രി ചെയ്ത് എഡിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും പറയുന്നു. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തെ നിലവിലുള്ള സർവീസ് മാറ്റിയിരിക്കുന്നത്, ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള സർവീസ്. സ്ക്രീന് കാണുന്നുണ്ടെന്ന് കരുതുന്നു. ബഡ്ജറ്റ് എൻട്രി, ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നു. അവിടെ കാറ്റഗറിയും ഫിനാൻഷ്യൽ ഇയറും സെലക്ട് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LB അല്ലേ.
ഇതുണ്ടോ 7 ലക്ഷം രൂപ വാട്ടർ ചാർജിൻ്റെ നമ്മൾ എൻ്റർ ചെയ്തു. അത് നമ്മൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും വ്യൂ എഡിറ്റ് എന്ന ഓപ്ഷൻ വഴി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ക്ലിക്ക് ചെയ്തു 7 ലക്ഷം വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് 8 ലക്ഷം ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് കാണാം. ഞാൻ കാണിച്ചു തന്നില്ല. ഇപ്പോൾ സ്ക്രീന് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളിപ്പോൾ സ്ക്രീന് കണ്ടില്ലേ? അതായത് നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ബഡ്ജറ്റ് എൻ്റർ ചെയ്തു, കൺസേൺഡ് ഹെഡിൽ വാട്ടർ ചാർജ് എന്നുള്ള നമ്മൾ ഹെഡിൽ എൻ്റർ ചെയ്തു. ശേഷം എന്ത് ചെയ്യുന്നു, അത് കാണാനോ എഡിറ്റ് ചെയ്യാനോ എന്ത് ചെയ്യാൻ കഴിയും? ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺസേൺഡ് കണ്ടോ, നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ആണ് സെലക്ട് ചെയ്ത്. അത് സെലക്ട് ചെയ്ത് നമ്മൾ അതിൽ എൻ്റർ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കാണാം കേട്ടോ. സാലറി ചെയ്തിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LBയിൽ ഓഫീസ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് ഞാൻ രാവിലെ എൻ്റർ ചെയ്താണ്, ടെലിഫോൺ ചാർജ് ഞാൻ 75,000 രൂപ രാവിലെ വെച്ചാണ്. ഇത് ഓരോ ഹെഡിൽ ഞാൻ എൻ്റർ ചെയ്താണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ഒന്ന് ബഡ്ജറ്റ് ഓപ്പണിംഗ് ബാലൻസ്, ബഡ്ജറ്റ് എൻട്രി, ആ എൻ്റർ ചെയ്ത ബഡ്ജറ്റ് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് കടക്കണേ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ഫ്ലോയിലേക്ക് നമ്മൾ പോകണം, പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുക. ഇനി പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ മുഴുവൻ ബാങ്ക് വിവരങ്ങളും എൻ്റർ ചെയ്യണം. ആ ബാങ്കുമായി ബന്ധപ്പെട്ട ഉപയോഗിക്കാത്ത മുഴുവൻ ചെക്ക് വിവരങ്ങളും എൻ്റർ ചെയ്യണം. അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട നീ ഡൗട്ടുണ്ടോ? ഒറ്റ ചോദ്യം. നിലവിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ബാങ്ക് വിവരങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തണം. ആ ബാങ്കിൽ ഉപയോഗിക്കാത്ത ചെക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തണം. ഓക്കെ, രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ക്ലെയിം ആരാണ്? ക്ലിയർ ആവില്ലേ? പറയൂ. ബാങ്ക് ക്രിയേഷൻ റോഷൻ രാജ് ഭായ് ആണ്, റോഷനേട്ടനാണ്. ഓക്കെ, ശരി. ഓക്കെ, അതിൽ ചെക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ സാലറിക്ക് മാത്രമല്ല എല്ലാ ചെക്കുകളും അവിടെ എൻ്റർ ചെയ്യണം. കാരണം ഇനി മുതൽ അവർ മാനുവലി അവിടെ കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ ഓൾറെഡി സാങ്കേ ക്ലോസ് ചെയ്തു, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്മാർട്ട് വഴി മാത്രം ഇനി പേയ്മെൻറ്റ് നടക്കുള്ളൂ, വേറെ ഒരു കാര്യമില്ല. എല്ലാ മുനിസിപ്പാലിറ്റിയും തുടങ്ങി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലെയിം വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. 2 സർവീസ് ഒഴികെ ബാക്കിയെല്ലാം ക്ലെയിം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, മന്ത്ലി സാലറി പ്രിപ്പറേഷൻ ചെയ്യാൻ ക്ലെയിം വേണ്ട. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ ക്ലെയിം ഇല്ല. റിക്കവറി പേയ്മെൻറ്റ്, സാലറി എടുക്കുമ്പോൾ എല്ലാവരും റിക്കവറി പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സാലറി ഇതുവഴി ഇപ്പോൾ എടുക്കാൻ പോവാണ്. ഏതാണ്? അല്ലല്ല, അതായത് റിക്കവറി പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാലറി വഴി നമ്മൾ കൃത്യമായി റിക്കവറി പേയ്മെൻറ്റ് പിടിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ബാങ്ക് വിവരങ്ങൾ, ചെക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തണം. ക്ലെയിമിന് അഡീഷണൽ ആയിട്ട് സർവീസ് മാപ്പ് ചെയ്യേണ്ട, എല്ലാവർക്കും ക്ലെയിം കിട്ടും. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ എന്നുള്ള സർവീസ് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ മാപ്പ് ചെയ്യണം. ശ്രദ്ധിക്കുക, ക്ലെയിം ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ആ ഫയൽ പോണത് ഈ കാണുന്ന ഓപ്പറേറ്റർക്കാണ്. പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ മാപ്പ് ചെയ്ത ഓപ്പറേറ്റർക്കാണ് പോകുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ എന്താ നടക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. 2, പേയ്മെൻറ്റ് ഓർഡർ വന്നു, ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ കഴിഞ്ഞാൽ നേരെ പോകുന്നത് പേയ്മെൻറ്റ് ജനറേഷൻ എന്ന സർവീസ് മാപ്പ് ചെയ്ത വ്യക്തിക്കാണ്, ഓപ്പറേറ്റർക്കാണ് പോവുക. ശേഷം വെരിഫയർ അപ്രൂവർ. ഈ ഒരു സ്ക്രീനിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ബാങ്ക് വിവരങ്ങൾ മുഴുവൻ എൻ്റർ ചെയ്യുന്നു, ചെക്ക് വിവരങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തുന്നു, ക്ലെയിമിന് എല്ലാ ക്ലെയിം വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ സർവീസും മാപ്പ് ചെയ്യുന്നു. ഈ പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ സർവീസിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ക്ലെയിം അപ്രൂവ് ചെയ്ത ഫയൽ ഓട്ടോമാറ്റിക് പോണത് ആ പറഞ്ഞ ആൾക്കായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പേയ്മെൻറ്റ് ഫ്ലോ. ഒരു ബില്ല്, വാട്ടർ ബില്ല്, ഒരു വാട്ടർ ബില്ല് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല്, എന്തെങ്കിലും ഒരു ബില്ല്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തെങ്കിലും വന്നു, അത് ആദ്യം വരുന്നത് ഒരു സീറ്റിലാണ്. ഏത് സീറ്റിലാണ്? ഈ ബില്ല് ഒരു ക്ലർക്കിൻ്റെ കയ്യിലാണ് ആദ്യം ബില്ല് വരുന്നത്. അവരാണ് ക്ലെയിം ചെയ്യേണ്ടത്. അവരാണ് ഈ കാണുന്ന ആദ്യത്തെ ഓപ്പറേറ്റർ. രണ്ടാമത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ബില്ല് വന്നു, ഹെൽത്തിലെ ക്ലർക്കാണ് ആ ഒരു ഓപ്പറേറ്റർ. രണ്ടാമത്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട
ഹെൽത്ത് HSO അല്ലെങ്കിൽ മറ്റതുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത അധികാരി, അതിൻ്റെ വെരിഫയർ. നമുക്ക് അവിടെ സെക്രട്ടറിക്ക്, എൻ്റെ മുനിസിപ്പാലിറ്റി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, ക്ലെയിം ഒന്നും എല്ലാ ക്ലെയിമും എനിക്ക് വരണ്ട, ഒക്കെ സൂപ്രണ്ടിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പവർ. ഓക്കെ, അപ്പോൾ ക്ലെയിമിൻ്റെ അപ്രൂവറൊക്കെ സൂപ്രണ്ടിന് കൊടുത്തിരിക്കുകയാണ്. പേയ്മെൻറ്റ് ഓർഡറിൻ്റെ അപ്രൂവറും പേയ്മെൻറ്റിൻ്റെ അപ്രൂവറും സെക്രട്ടറി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് പറയണേ, അതിന് സൗണ്ട് പോയി ഇരിക്കുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നാമത് ഒരു ബില്ല് വരുന്നു, ആ ബില്ല് ആദ്യം ഒരു ക്ലർക്കിൻ്റെ ലോഗിലേക്ക് വരുന്നു, അവരാണ് ഓപ്പറേറ്റർ. രണ്ടാമത് അതിൻ്റെ ഹയർ അതോറിറ്റി വെരിഫയർ, അതിൻ്റെ അതോറിറ്റി ഹയർ അതോറിറ്റി അപ്രൂവർ. അതാണ് ക്ലെയിമിൻ്റെ ഒരു പ്രോസസ്സ്. ഇതാണ് പേയ്മെൻറ്റിൻ്റെ ആദ്യത്തെ പ്രോസസ്സ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഈ ക്ലെയിം അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് ഓർഡർ സർവീസിനെ ഓപ്പറേറ്ററായിട്ട് മാപ്പ് ചെയ്ത വ്യക്തിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫയൽ പോകും, സബ്മിറ്റ് കൊടുക്കും. അപ്പോൾ ആളുടെ പേര് അവിടെ സെലക്ട് ചെയ്യാൻ കാണും, സെൻഡ് കൊടുക്കാൻ കാണും, പക്ഷെ എന്നാലും അങ്ങനെ പോകും. അപ്പോൾ അടുത്തത് പേയ്മെൻറ്റ് ഓർഡറിൻ്റെ ഓപ്പറേറ്റർ വെരിഫയർ കാണുന്നു, അപ്രൂവർ കാണുന്നു. പേയ്മെൻറ്റ് ഓർഡർ ചെയർപേഴ്സൺ ഓതറൈസ് ചെയ്യുന്നതോടുകൂടി ചെക്ക് എഴുതുന്ന പ്രോസസ്സാണ്. അടുത്തത് പേയ്മെൻറ്റ് എന്നുള്ളൊരു പ്രോസസ്സാണ്, അത് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ. ഈ സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് വെച്ച്, ഇത് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നാണ്. ഇതാണ് നമ്മുടെ ഒരു പേയ്മെൻറ്റ് ഫ്ലോ. രണ്ട് കാര്യങ്ങൾ ഒഴികെ, സാലറിയും റിക്കവറി പേയ്മെൻറ്റും ഒഴികെയുള്ള കേസിൻ്റെ ഫ്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം പറയുകയാണ്, ഇതാണ് ഒരു പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഓപ്പറേറ്റർ ക്ലെയിം ചെയ്യണം, ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ, ശേഷം പേയ്മെൻറ്റ് ഓർഡറിലേക്ക് പോകുന്നു, ശേഷം പേയ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാനിത് ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും, ജസ്റ്റ് ഇന്ന് കാണിച്ചു പോകുന്നുള്ളൂ എന്തൊക്കെ സംഭവങ്ങളെന്ന് പറയുകയാണ്. ആദ്യം എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റർ ഒരു ഫയൽ അറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലെഗസി ആയിട്ട് വരുന്നു, ഈ ഫയലായിട്ട് വരുന്നു, ഇൻവേർഡ് എങ്ങനെയോ അവരുടെ ലോഗിനിൽ ഒരു ബില്ല് വന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ബെനിഫിഷ്യറീനെ ആഡ് ചെയ്യണം. ആ ഒരു ഫയലിൽ ആർക്കാണോ എമൗണ്ട് കൊടുക്കുന്ന ആ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്യണം. അടുത്ത് എന്ത് ചെയ്യുന്നു, ആ ബെനിഫിഷ്യറി ക്ലെയിം ജനറേറ്റ് ചെയ്യുന്നു, അതായത് ഫയലിൻ്റെ കസ്റ്റോഡിയൻ. ക്ലെയിമിൻ്റെ ഒരു ഫ്ലോ കഴിയുന്നു, ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ, ശേഷം എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ഓർഡർ ജനറേറ്റ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ 4 സ്റ്റെപ്പ് പോകും. ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ, ശേഷം പേയ്മെൻറ്റ്. ഇതാണ് നേരത്തെ കാണിച്ചു തന്ന പേയ്മെൻറ്റിൻ്റെ ഫ്ലോ. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്, അതിലേക്ക് കടക്കുന്നില്ല, അത് വരട്ടെ. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ പേയ്മെൻറ്റിൻ്റെയും ഭൂരിഭാഗം പേയ്മെൻറ്റിൻ്റെയും സപ്പോർട്ട് കൊടുക്കാൻ കഴിയും. ഒന്ന്, മന്ത്ലി സാലറി പ്രിപ്പറേഷൻ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണല്ലേ മന്ത്ലി സാലറി പ്രിപ്പറേഷൻ. അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഈ HRET 01 എന്നാണ്. സാലറി എടുക്കാൻ വേണ്ടി അത് മാപ്പ് ചെയ്യേണ്ടത് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ എന്നാണ് ആ സർവീസ് മാപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ പേയ്മെൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ക്ലെയിം ഇല്ലാതെ ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ, പിന്നെ പേയ്മെൻറ്റ് OVA, ഇത്രയേ ഉള്ളൂ. രണ്ടാമത് റിക്കവറി പേയ്മെൻറ്റ്. ഇതും ഈ പറഞ്ഞ പോലെ OVAC കഴിഞ്ഞ് മാപ്പ് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ കാണുന്നു, OVA. ഇതൊഴികെ ബാക്കി എല്ലാ പേയ്മെൻറ്റും ക്ലെയിം കഴിഞ്ഞു, പേയ്മെൻറ്റ് ഓർഡർ കഴിഞ്ഞു, പേയ്മെൻറ്റ്. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലായിരിക്കുന്നു. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ, റിക്കവറി പേയ്മെൻറ്റ് എന്നീ 2 സർവീസ് ഒഴികെ മുഴുവൻ സർവീസുകളും നിലവിൽ, ഇനി ഭാവിയിൽ വേറെ മാറ്റം വരാം, നിലവിൽ ക്ലെയിമിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്കൊരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നോട്ടെ, വാട്ടർ ബില്ല് വന്നോട്ടെ, ഇതിൽ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് അടുത്ത ഓരോരുത്തർ ഓണർ ഏരിയം ഡിസ്ബേഴ്സ്മെൻറ്റ്. ഈ ഓണർ ഏരിയം എന്ന് പറയുന്നത് നമ്മൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ ഓണർ ഏരിയം കൊടുക്കും. അവർ സാധാരണ പോലെ ക്ലെയിം ചെയ്ത് വരണം. അതിനൊരു സർവീസിൻ്റെ പേരാണ് ഓണർ ഏരിയൻ ഡിസ്ബേഴ്സ്മെൻറ്റ് HRET 05. ആവശ്യമുള്ളവർക്ക് ഇത് ഫോട്ടോ എടുത്ത് വയ്ക്കാം. ഓക്കെ. രണ്ടാമത് വേജസ്. ടെമ്പററി സ്റ്റാഫിനും മറ്റെല്ലാവർക്കും വേജായിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഡെയിലി വേജസിനൊക്കെ വേജസ് റിലേറ്റഡ് സർവീസ് എന്നൊരു ഹെഡ് ഉണ്ട്, സർവീസ് ഉണ്ട്. അത് HRET 03. ഇതൊക്കെയാണ് നാളെ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ നാളെ മുകളിലേക്ക് കോള് പോകുന്നതും വേജസ് എടുക്കണം, എന്ത് ചെയ്യും, ഇവരുടെ വേജ് കൊടുക്കണം, ഇവരുടെ ഡെയിലി വേജസിൻ്റെ എന്താ സർവീസ്, ഇതാണ് സർവീസ്. അത് നിങ്ങളുടെ അക്കൗണ്ട് ഹെഡുകളുള്ള സർവീസ് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ. അടുത്ത സർവീസ് പെൻഷൻ. സർവീസ് പെൻഷൻ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യണം, ഈ മന്ത്ലി സാലറി പ്രിപ്പറേഷനിൽ ഈ ഹെഡുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. സെപ്പറേറ്റ് സർവീസ് ഉള്ളത് കൃത്യമായ സർവീസിൽ തന്നെ ചെയ്യുക. സർവീസ് പെൻഷൻ കൊടുക്കാൻ HRET 06 എന്ന ഒരു സർവീസ് ഉണ്ട്. മൂന്നാമത്, നിങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള 2 സർവീസാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. മുകളിൽ പറഞ്ഞതൊക്കെ നമ്മൾ വർക്ക് ചെയ്താൽ കൂലി കിട്ടുന്ന സർവീസുകളാണ്, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്ക് കൂലി കൊടുക്കുന്ന സംഭവങ്ങൾ. ഇനി താഴെയുള്ള ഹൗസ് കീപ്പിംഗ് എന്നുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ ഓഫീസുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവ് വിവരങ്ങളൊക്കെ, ഇലക്ട്രിസിറ്റി ബില്ല്, ഓഫീസിന് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ചാർജ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LB, ഈ 2 സർവീസും പഠിച്ച് വെച്ചേ പറ്റൂ.
ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പേയ്മെൻറ്റ് വിവരങ്ങളെല്ലാം ക്ലെയിം ചെയ്തിട്ട് ഈ 2 സർവീസിലായിരിക്കും പോവുക. പെർഫെക്റ്റ് ആയിട്ട് റൂട്ട് കീ വെച്ചിട്ട് മാപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ഹൗസ് കീപ്പിങ്ങിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കാര്യങ്ങളും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ 2 സർവീസിലും കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് ഇതൊക്കെയായിരിക്കും മുനിസിപ്പാലിറ്റി ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. ഈ അക്കൗണ്ട് ഹെഡ് നോക്കിക്കോളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഈ അക്കൗണ്ട് ഹെഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അല്ലേ. ഈ അക്കൗണ്ട് ഹെഡ് ഓപ്പൺ ആക്കുക. നേരെ അത് നോക്കുക, ഇതിൽ എക്സ്പെൻഡിച്ചർ നോക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഹൗസ് കീപ്പിങ്ങിൽ ഇത്രയും ടെലിഫോൺ ചാർജ്, ഇൻ്റർനെറ്റ് ചാർജ്, അതർ മെയിൻ്റെനൻസ് എക്സ്പെൻസ്, ഓഫീസ് മെയിൻ്റെനൻസ്, പോസ്റ്റേജ് എക്സ്പെൻസ്, മിസ്സലേനിയസ് എക്സ്പെൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനാവശ്യമായിട്ടൊരു പ്രത്യേക ഹെഡില്ലാത്തതൊക്കെ ഇത്തരത്തിലുള്ള ഹെഡുകളിൽ കൊടുക്കാൻ കഴിയും. ആ ഒരു മറുപടി നിങ്ങൾ മുനിസിപ്പാലിറ്റി ജീവനക്കാർക്ക് പറയാനുള്ള ധൈര്യം വെച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ പകുതി നിങ്ങളുടെ വർക്ക് കഴിഞ്ഞു. നിങ്ങളുടെ പകുതി വർക്കും പോകുന്നത് ഈ പറയുന്ന പോലെ സർവീസും ഹെഡുകളും കണ്ടുപിടിക്കാനായിരിക്കും പോവുക. അതാണ് ഹൗസ് കീപ്പിങ്ങും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും നിങ്ങളുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ DFCS 07 FMBD 19 നിങ്ങളുടെ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലായി. അതുപോലെ തന്നെ മന്ത്ലി സാലറി, റിക്കവറി പേയ്മെൻറ്റ്, ഓണറേറിയം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നമ്മളെ കേസ് മോഡലിൽ പേയ്മെൻറ്റ് റിലേറ്റഡ് അവിടുത്തെ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ കഴിയും. ആദ്യം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഒരു ബഡ്ജറ്റ് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്തു, ബഡ്ജറ്റ് എൻ്റർ ചെയ്തു, അതുപോലെ ആ ബഡ്ജറ്റ് എഡിറ്റ് ചെയ്യുന്ന സ്ക്രീൻ കണ്ടു. അടുത്ത് നമ്മളുടെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിസിറ്റി ബിൽ, നമ്മൾ വാട്ടർ ചാർജ് അല്ലേ കൊടുത്ത്. അപ്പോൾ വാട്ടർ ചാർജിൻ്റെ ഒരു ബില്ല് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വാട്ടർ ചാർജിൻ്റെ ബില്ല് വന്നു. അപ്പോൾ കൺസേൺഡ് സ്റ്റാഫ് എന്ത് ചെയ്യുന്നു, ഹൗസ് കീപ്പിംഗ് എന്നുള്ള സർവീസ് അറൈസ് ചെയ്യുന്നു, ഫയൽ അറൈസ് ചെയ്യുന്നു. ഓഫീസിൻ്റെ വാട്ടർ ചാർജാണ്. ഇവിടെ ആവശ്യമായ റൂട്ട് കീ കൊടുക്കുക. ഇതൊന്നും നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. റൂട്ട് കീനെ കുറിച്ചുള്ള ക്ലാസ് അല്ല അത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ആവശ്യമായ ഡോക്യുമെൻറ്റ്, ബില്ല്, വാട്ടർ ചാർജിൻ്റെ ബില്ല് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഈ സർവീസ് ഫയൽ അറൈസ് ചെയ്തു. ഇതിൽ വലിയ ഡൗട്ടൊന്നുമില്ല എല്ലാവർക്കും. ഫയലുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. എനിക്ക് 100%. അതുപോലെ തന്നെ റൂട്ട് ചേഞ്ചിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഫയലിൻ്റെ എക്സ്ട്രാക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫയല് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഫയലുമായി ബന്ധപ്പെട്ട് അവർ നടപടി എടുക്കാത്ത ഫയലുകളുടെ വിവരങ്ങൾ അവരെ അറിയിക്കുന്നത്, ഡിസ്പോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസ്പോസ് റീഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ, മെർജിങ്, ലിങ്കിങ്, പുള്ളിങ്, ഇതെല്ലാം നമ്മളുടെ കേസ് മോഡൽ നിലവിൽ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഫയലിൻ്റെ ക്ലാസ് അല്ല. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അറിയാത്തവരൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ ശരി. അപ്പോൾ നമ്മളൊരു ഫയൽ അറൈസ് ചെയ്തു. വാട്ടർ ചാർജ് കൊടുക്കാൻ വേണ്ടി ഹൗസ് കീപ്പിംഗ് എന്നുള്ള സർവീസ് അറൈസ് ചെയ്തു. ആദ്യം നമ്മൾ ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഫോട്ടോ എടുത്തോ. നമ്മൾ ഈ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ പോയാൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് നമ്മൾ ഈ രാത്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ ഈ സ്ലൈഡ് കാണിക്കുമ്പോൾ നിങ്ങളത് ഫോട്ടോ എടുക്കണം. ഇതാണ് പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ഇനി ഇത് നോക്കി പറയൂ, എന്ത് ചെയ്യണം മായ? ബെനിഫിഷ്യറീനെ ആഡ് ചെയ്യണം. ആർക്കാണോ ഈ പൈസ കൊടുക്കുന്നത്, വാട്ടർ ചാർജാണ് കൊടുക്കുന്നത്, ആരെയാണ് ആഡ് ചെയ്യേണ്ടത്? ആരെയായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വാട്ടർ അതോറിറ്റിയോ മറ്റോ ആയിരിക്കും. ശരി, ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ആരെങ്കിലും ഒന്ന് ആഡ് ചെയ്യട്ടെ, ബെനിഫിഷ്യറി. ഓക്കെ, വേഗം ഏകദേശം കഴിഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം. ഞാൻ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഫ്ലോ പഠിച്ചിട്ട് പോവാം നിങ്ങൾ എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഫയൽ അറൈസ് ചെയ്തു, അതിൽ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്തു. അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു? മായ എന്ത് ചെയ്യണം പറയൂ? ഈ ബില്ല് ആരുടെ കയ്യിൽ വന്നോ അവരാണ് ക്ലെയിം ഇടുന്നത്. ഓക്കെ, ക്ലെയിം ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്കിനി ഒരു ബില്ല് പോലും ഈ പറഞ്ഞ ബഡ്ജറ്റ് എൻട്രി ചെയ്യാതെ പറ്റില്ല. ഇതിന് മുമ്പൊക്കെ ഈ സ്ക്രീൻ എങ്ങനെയായിരുന്നു അറിയോ? ചുമ്മാ മാനുവലി എൻട്രി ചെയ്യായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അവിടെ സെലക്ട് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് LB എടുത്തു, ലിങ്ക് കൊടുത്തു. കണ്ടോ, നമ്മൾ വാട്ടർ ചാർജ് ഓഫീസ് നമ്മൾ നൽകിയ ബഡ്ജറ്റിൻ്റെ വിവരങ്ങൾ, ബഡ്ജറ്റ് നെയിം അവിടെ വന്നു, ഫണ്ട് വന്നു, 7 ലക്ഷം രൂപ അവിടെ കിടക്കുന്നുണ്ട് ബഡ്ജറ്റ് എമൗണ്ട്. അതിൽ വാട്ടർ ചാർജ് ഒരു 5000 രൂപ അടിച്ചു. ക്ലെയിമിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ,
പെയർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, സെലക്ട് കൊടുക്കുന്നു. എത്രയാണോ പെയർ, എത്ര പെയർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സേവ് ബട്ടൺ കൊടുക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഫയൽ അയക്കണോ ചോദിക്കുന്നു, ഓക്കെ അയക്കുന്നു. ഇതിൻ്റെ അടുത്ത ഓപ്പറേറ്ററും വെരിഫയറും അപ്രൂവറും ഈ ക്ലർക്ക് തന്നെയാണ് ഞാനിവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളൊരു ഫയൽ അറൈസ് ചെയ്തു ഹൗസ് കീപ്പിംഗ് എന്നുള്ളത്, അതിൽ ബെനിഫിഷ്യറീനെ ആഡ് ചെയ്തു, ക്ലെയിം സെലക്ട് ചെയ്ത് കൊടുത്തു, കൃത്യമായത് ബെനിഫിഷ്യറിക്ക് എത്രയാണ് എമൗണ്ട് ആ വിവരങ്ങൾ കൊടുത്തു, ഫയൽ സേവ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അടുത്തത് വെരിഫയറുടെ ലോഗിനിൽ കയറി ആ ഡീറ്റെയിൽസൊക്കെ വന്നു, വെരിഫൈ ചെയ്യുന്നു, ഫയൽ അയക്കുന്നു. ഫയൽ അയക്കുമ്പോൾ ആർക്കാണെന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. വെരിഫയർ വെരിഫൈ ചെയ്തു, വീണ്ടും അപ്രൂവറായി കയറി ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ക്ലെയിം എടുക്കുന്നു, അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഫയൽ അയക്കണോ ചോദിക്കുന്നു, ഓക്കെ ഫയൽ അയക്കുന്നു. മായ ഒരു ഫയലിൽ നിന്നുകൊണ്ട് ഒരു ബില്ല് ജനറേറ്റ് ചെയ്തു, ആ ക്ലെയിം വെരിഫൈ ചെയ്തു, ആ ക്ലെയിം അപ്രൂവ് ചെയ്തു. ഇനി നമ്മൾക്കത് എവിടെ പോയി സർവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ സെർച്ച് കൊടുത്താൽ ആ ഫയൽ എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ കഴിയും. പേയ്മെൻറ്റ് ഓർഡർ ഇപ്പോൾ നമ്മൾ എവിടെ പോയി, അതിലൂടെ നേരത്തെ പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ എന്നുള്ള സർവീസിൽ ഓപ്പറേറ്ററായിട്ട് മാപ്പ് ചെയ്ത ആളുടെയിലേക്ക് പോയി. ക്ലിയർ അല്ലേ അരുൺ ഭായ്, ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ കണ്ടോ, നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് ഓർഡർ മാപ്പ് ചെയ്ത ഓപ്പറേറ്റർക്ക് പോയി. കണ്ടോ, പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ മാപ്പ് ചെയ്ത ഓപ്പറേറ്റർക്ക് പോയി. അത് കുറേ പേർക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൗണ്ട് റോബിൻ അടിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത്, പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ ചെയ്യുകയാണ്. അക്കൗണ്ടൻ്റെ ലോഗിനിൽ പേയ്മെൻറ്റ് ഓർഡർ ജനറേഷൻ ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആ വരുന്ന ക്ലെയിം എമൗണ്ട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. സെലക്ട് ചെയ്യുന്നു, ആ വിവരങ്ങൾ ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കാണുന്നു. ഇവിടെയാണ് നമ്മൾ ഏത് ഹെഡിലാണ് ചിലവഴിക്കുന്നത് എന്ന് കാണുന്നത്. മനസ്സിലായില്ലേ? ഏത് ഹെഡിലാണ് കൃത്യമായിട്ടുള്ള സർവീസ് അറൈസ് ചെയ്താലും കൃത്യമായിട്ടുള്ള സർവീസ് ഈ ഹെഡ് ബഡ്ജറ്റ് എൻട്രി ചെയ്താലുമേ നമുക്കിവിടെ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് വാട്ടർ ചാർജ് അല്ലേ, വാട്ടർ ചാർജ് ഓഫീസ്. ഓക്കെ, എമൗണ്ട് എത്രയായിരുന്നു, 5000. ഇവിടെ റിക്കവറി ആയിട്ട് നമ്മൾ സാലറി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ റിക്കവറി ആയിട്ട് കൊടുക്കുന്ന തുകകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവറി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, റിക്കവറി ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ടാക്സ് ഡിഡക്ഷൻസ് റിക്കവറികളെല്ലാം ഇൻകം ടാക്സ് എന്തോ ആയിക്കോട്ടെ അത് കൊടുക്കുന്നത് ഈ സ്ക്രീനിലാണ്. ഈ സ്ക്രീനിൽ റിക്കവറി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇവിടെ റിക്കവറി കൊടുത്തതൊക്കെ നിങ്ങൾക്ക് റിക്കവറി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത്, ഇവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്. മനസ്സിലായില്ലേ? ക്ലെയിം എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്. റിക്കവറി കഴിഞ്ഞിട്ടുള്ള തുകയാണ് നെറ്റ് എമൗണ്ട്. അത് മൈൻഡ് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ 5000 പേയ്മെൻറ്റ് ഓർഡർ അടിക്കുന്നു. ഫണ്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഓൺ ഫണ്ട് എന്ന് വരേണ്ടതാണ്, പക്ഷെ അത് വന്നിട്ടില്ല, വരാൻ പറയാം. ഓക്കെ, വന്നു. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ സ്ക്രീനിൽ വേറെ ഒന്നുമില്ല. ഹെഡ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. ഫയൽ അയക്കണോ ചോദിക്കുന്നു, അയക്കുന്നു. ആരാണ് അവിടെ ഉള്ളത്? അടുത്ത് രമ്യക്കാണ് പോകുന്നത്. നോട്ടെ, രമ്യയാണ് അതിൻ്റെ വെരിഫയർ. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ഓർഡർ എൻ്റർ ചെയ്തു, പേയ്മെൻറ്റ് ഓർഡർ വെരിഫൈ ചെയ്യുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അതേ പേയ്മെൻറ്റ് ഓർഡർ എന്നുള്ള മെനു തന്നെ എടുക്കുന്നു. ഇത് തന്നെയാണ് വെരിഫയർ, ഇവർ തന്നെയാണ് അപ്രൂവർ, ഇവർ തന്നെയാണ്. ജസ്റ്റ് പേയ്മെൻറ്റ് ഓർഡർ എടുക്കുന്നു, അപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, റോഷിൻ ഭായ് കണ്ടോ? റോഷിൻ ഭായ് ഇപ്പോൾ പറഞ്ഞ കേസാണ്, ഇത് അപ്രൂവ് ചെയ്യുന്നു. കണ്ടോ? അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരെ കണ്ടോ ഈ സുഷമ GS ആണ് ഓതറൈസർ. അപ്പോൾ ഓതറൈസറുടെ ലോഗിനിൽ വന്നു. ഓതറൈസർ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ഓർഡർ എടുക്കുന്നു, ഓതറൈസ് ചെയ്യുന്നു. ഫയൽ അയക്കട്ടെ ചോദിക്കുന്നു, ഫയൽ അയക്കുന്നു. അക്കൗണ്ടൻ്റിലേക്ക് പോകുന്നു.
ഓക്കെ, പേയ്മെൻറ്റ് എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എത്തിയിരിക്കുന്നു. അക്കൗണ്ട് ഹെഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ക്യാഷ് പേയ്മെൻറ്റ്, ചെക്ക് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ക്യാഷ് പേയ്മെൻറ്റ് പരമാവധി പ്രോസസ്സ് ഒഴിവാക്കുക. ഞാൻ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റിസ്ക് ഞാൻ അതിൻ്റെ ഓഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ മുൻപ് ഗ്രൂപ്പിൽ ഓഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ക്യാഷ് പേയ്മെൻറ്റ്. ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ക്ലെയിം ചെയ്തു. ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ പേയ്മെൻറ്റ് ഓർഡർ ചെയ്തു. അക്കൗണ്ടൻറ്റ് പേയ്മെൻറ്റ് ഓർഡർ സേവ് ചെയ്തു. ശേഷം സെൽഫ് ചെക്ക് ചീഫ് ക്യാഷ്യർക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. ചീഫ് ക്യാഷ്യറുടെ ലോഗിനിൽ കയറിയിട്ട് ഈ സെൽഫ് ചെക്ക്, ചീഫ് ക്യാഷ്യറിൻ്റെ അല്ല സോറി, ചെക്ക് എഴുതുന്ന വ്യക്തിയുടെ ലോഗിനിൽ കയറിയിട്ട് ഈ സെൽഫ് ചെക്ക് എന്നുള്ള പ്രോസസ്സ് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ചെയ്യണം. അതിനുശേഷം ചീഫ് ക്യാഷ്യർ ഈ സെൽഫ് ചെക്ക് ക്രിയേഷൻ എന്നുള്ള മെനു എടുത്തിട്ട് ചെക്ക് കിട്ടിയെന്ന് മാർക്ക് ചെയ്യണം, ക്യാഷ് കിട്ടിയെന്ന് മാർക്ക് ചെയ്യണം. ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ് മെനുവിൽ പോയിട്ട് പൈസ കൊടുത്തത് കാട്ടണം. ഫോട്ടോ എടുത്തോ, ഇത് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. വേണമെങ്കിൽ ഫോട്ടോ എടുത്തോ, ഒരു ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഫോട്ടോ എടുത്ത് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. കാരണം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഞാനൊരു ഓഡിയോ ഗ്രൂപ്പിൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാഷ് പേയ്മെൻറ്റ് പ്രോസസ്സ്. ശരി, അപ്പോൾ അതിൽ കിടക്കുന്നില്ല. ക്യാഷ് ചെക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് പറഞ്ഞാൽ PFMS പോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് അടയ്ക്കുന്ന കേസുകൾ ഓൺലൈനായിട്ട് ചെയ്യാം. നമ്മളിത് ചെക്ക് കൊടുക്കുകയാണ് സാധാരണ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ, ഇതെന്താണ് മനസ്സിലായി ആർക്കെങ്കിലും? നമ്മൾ ഓൾറെഡി 2ാം നമ്പറുള്ള ചെക്കാണ് നമ്മൾ കഴിഞ്ഞ പേയ്മെൻറ്റിന് കൊടുത്തെങ്കിൽ ഈ പേയ്മെൻറ്റിനും ഇതിനും 2ാമത്തെ നമ്പർ തന്നെ കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ ചെക്ക് തന്നെ ഉപയോഗിക്കണോ എന്ന് ചോദിക്കുകയാണ്. യെസ് എന്ന് കൊടുത്താൽ ആ ചെക്ക് വരും, ക്ലോസ് കൊടുത്താൽ വേണ്ട. നോക്കിക്കോളൂ, കാണിച്ചു തരാം. ഇപ്പോൾ സാലറി അക്കൗണ്ടൻറ്റിൻ്റെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന ചെക്ക് 123417 ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ചെക്ക് നമ്പർ എത്രയായിരിക്കും? അപ്പോൾ 16 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ചെക്ക് സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു യൂസ് എക്സിസ്റ്റിംഗ് ചെക്ക് പറഞ്ഞ് യെസ് കൊടുത്തു കഴിഞ്ഞാൽ സാലറി അക്കൗണ്ടിൽ ആ ചെക്ക് നമ്പർ അടിച്ചു കൊടുത്താൽ മതി. 125416. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. മനസ്സിലായോ? ഈ പോയിന്റ് മനസ്സിലായോ? ഒന്ന് പറയോ. ഇപ്പം ഞാൻ ചെയ്ത കാര്യം ആർക്കെങ്കിലും മനസ്സിലായോ? റോഷിൻ ബായ് മനസ്സിലായോ? അതായത് നമുക്കൊരു 3-4 പേയ്മെൻറ്റ് ഒരു ചെക്കിൽ കൊടുക്കും. ചിലപ്പോൾ ഇവർ ലിസ്റ്റാക്കിയിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ബാങ്കിൽ കൊടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്ലെയിം അറ്റ് എ ടൈം അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ക്ലെയിം സെപ്പറേറ്റ് സർവീസൊക്കെ ആണതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് മുമ്പ് ഉപയോഗിച്ച ചെക്ക് ഉപയോഗിക്കണോ ചോദിക്കുമ്പോൾ എസ് കൊടുത്താൽ നമുക്ക് അവിടെ പഴയ ചെക്ക് നമ്പർ അടിച്ചു കൊടുത്താൽ വരാം. ശരിക്കും ഇവിടെ ഓട്ടോമാറ്റിക് പഴയ ചെക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി പറയണം, ഇങ്ങനൊരു സംവിധാനം ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ശരി. അപ്പോൾ നമ്മൾ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്നു, സെൻഡ് ഫയൽ കൊടുക്കുന്നു, അടുത്ത ആൾക്ക് എത്തിക്കുന്നു, അടുത്ത അക്കൗണ്ടൻറ്റിന് എത്തിക്കുന്നു, അടുത്ത വെരിഫയർക്ക് എത്തുന്നു. പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നു. സെൻഡ് ഫയൽ കൊടുക്കുന്നു. ഇത് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. ഓപ്പറേറ്റർ പേയ്മെൻറ്റ് സേവ് ചെയ്തു, പേയ്മെൻറ്റ് വെരിഫൈ ചെയ്തു, പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കൂ, പേയ്മെൻറ്റ് എടുത്തു, അപ്രൂവർ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെൻഡ് ഫയൽ കൊടുത്താൽ എന്ത് സംഭവിക്കും പറയൂ, ആരാ പറയാ? അത് അതിൻ്റെ കസ്റ്റോഡിയന് പോവും. അപ്പോൾ നമ്മൾ നോന്ന് കൊടുത്തിട്ട് കൃത്യമായിട്ട് ബാക്കിൽ വന്നിട്ട് ഇവിടെ നിന്ന് അപ്രൂവ് ബട്ടൺ സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഫയൽ ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരു ടിപ്സ്. എന്ത് സംഭവിക്കും പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഈ ഫയലുകൾ കുമിഞ്ഞുകൂടും. പേയ്മെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. ഡിസ്പോസ് ചെയ്യാൻ വീണ്ടും അയക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഇത് എല്ലാ ട്രെയിനിങ്ങിലും എനിക്ക് ഇത്രയും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. അതായത് 2 രീതിയിലുള്ള ഡിസ്പോസൽ ഉണ്ട്, പെർമനൻറ്റും ടെമ്പററിയും. പെർമനൻറ്റ് ഡിസ്പോസ് ചെയ്താൽ പെർമനൻറ്റിലും ആർക്കൈവ്സിലും, ടെമ്പററി ചെയ്താൽ ടെമ്പററി ഡിസ്പോസലും വരും. ഇതിൽ 2 ചെയ്താണെങ്കിൽ നമുക്ക് ആ ഫയൽ റീഓപ്പൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതേ ഫയലിൽ നമുക്ക് വീണ്ടും പ്രോസസ്സ് ചെയ്യാമെന്നർത്ഥം. ഓക്കെ അല്ലേ? അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന പേയ്മെൻറ്റിൻ്റെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ്
അതെല്ലാവരും കണ്ടു കൃത്യമായി പഠിച്ചു വിചാരിക്കുന്നു. ആദ്യം മുതൽ ബഡ്ജറ്റ് എൻട്രി മുതൽ ബഡ്ജറ്റ് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി മുതൽ ബഡ്ജറ്റ് എൻട്രി മുതൽ അത് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. ഒരു ക്ലെയിം വന്ന് അതിൻ്റെ പ്രോസസ്സ് എല്ലാം ലൈവായി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നു. 2 സർവീസ് ഒഴികെ ബാക്കി മുഴുവൻ പേയ്മെൻറ്റ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ വരുന്ന മുഴുവൻ പേയ്മെൻറ്റും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തന്ന സ്റ്റെപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് സാലറിയുടെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്നുള്ള സർവീസ് ഞാൻ ജസ്റ്റ് ഓടിച്ച് പറയുന്നുള്ളൂ. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എടുക്കുന്നു, ആവശ്യമായ ഡോക്യുമെൻ്റൊക്കെ അറ്റാച്ച് ചെയ്യുന്നു, സാലറി എന്നുള്ള മെനു എടുക്കുന്നു. ഇനിയൊക്കെ ഉണ്ട് സ്പാർക്ക് വഴി നമ്മൾ എടുക്കും. API എടുക്കുമ്പോൾ തൽക്കാലം അതർ എന്ന് കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, ആ എക്സൽ അപ്ലോഡ് ചെയ്തിട്ട് അത് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ വേറൊരു വ്യത്യാസമില്ല. ഞാനൊരു ഫ്ലോ പറഞ്ഞു തന്നു. അതിന് സാലറി പെർമനൻറ്റ് സ്റ്റാഫിന് ഇത്ര രൂപ വെച്ചിട്ടുണ്ട്, ഫണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലെയിം ഗ്രോസ് എമൗണ്ട് അവിടെ ക്ലെയിം കൊടുക്കുന്നു, ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുന്നു. കണ്ടോ, ഏത് മാസത്തെ സാലറിയാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്താണ്, അതുകൊണ്ട് വേറെ ഇഷ്യൂ ഇല്ല. പറ്റുണ്ടല്ലോ, 2500 കൊടുക്കുന്നു. പറ്റും തന്നെ, നോക്കടാ. ഇതാ വന്നല്ലോ, വരുന്നുണ്ടല്ലോ, 2500 വന്നല്ലോ. വരും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക. ഗ്രോസ് ഇവിടെ റിക്കവറി ആയിട്ട് നിങ്ങളിവിടെ കൊടുക്കുന്ന കേസുകളാണ് എന്ത് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ റിക്കവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ സേവ് ചെയ്യുന്നു. ശേഷം എന്ത് ചെയ്യുന്നു പറയൂ. ആരെങ്കിലും നിങ്ങൾ ചെയ്ത ആളുകളൊന്ന് പറയും. ജഷീലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, വേഗം പറയും. നിർത്താൻ പോകണം ഈ പ്രോസസ്സ്. ഇത് സാലറിയുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്, വെരിഫൈ ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു, ഓതറൈസ് ചെയ്യുന്നു. ശേഷം ചെക്ക് എഴുതിയിട്ട് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ പേയ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. അതാണ് സാലറി. അതേപോലെ തന്നെയാണ് റിക്കവറി പേയ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ഈ സാലറിയിൽ പിടിക്കുന്ന റിക്കവറികളെല്ലാം റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ള ഒരു സർവീസ് നിങ്ങളോട് ഞാൻ മാപ്പ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ഇനി 5-ാം തീയതി മുതൽ തുടങ്ങും റിക്കവറി പേയ്മെൻറ്റ്. അപ്പോൾ ഈ റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ള സർവീസാണ് എടുക്കേണ്ടത്. ആ സർവീസ് കൃത്യമായി ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ മാപ്പ് ചെയ്യണം. ശേഷം റിക്കവറി പേയ്മെൻറ്റ്, കണ്ടോ, ഈ റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ള മെനു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. നിങ്ങൾ റിക്കവറിയായി പിടിച്ച കാര്യങ്ങൾ ഇതിവിടെ ചെയ്യേണ്ട പറഞ്ഞ കാര്യം മനസ്സിലായോ? ആരോ എൻ്റെ ചോദിച്ചാൽ റോഷൻ ഭായ് റിക്കവറി പേയ്മെൻറ്റ് ചെയ്യേണ്ട പറഞ്ഞ കാര്യം മനസ്സിലായി. ഈ സ്ക്രീനിൽ കാണുമ്പോൾ ആയിരിക്കും പറയാൻ പറ്റുന്നുണ്ടോ എന്താ കാരണം എന്ന്? വന്നിട്ടില്ല, കണ്ടോ, ബഡ്ജറ്റിൻ്റെ വന്നിട്ടില്ല. ഇത് ബഡ്ജറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന് കാരണം ഇതാണ് കണ്ടോ, ഇവിടെ ബഡ്ജറ്റിൻ്റെ അപ്ഡേഷൻ ലിങ്ക് വന്നിട്ടില്ല. അത് ഇന്ന് രാത്രിയോ നാളെയോ വരും. ശേഷം ബഡ്ജറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ റിക്കവറി ഇവിടെ സെലക്ട് ചെയ്ത നിങ്ങളിവിടെ റിക്കവറി ആയിട്ട് ചെയ്ത പേയ്മെൻറ്റ് ഓർഡറുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇതിൽ വേറെ ഒന്നുമില്ല. എന്നിട്ട് സാധാരണ പോലെ ഈ പ്രോസസ്സ് ജസ്റ്റ് നോക്കുക. സാലറിയുടെ പ്രോസസ്സ് കണ്ടോ, ജസ്റ്റ് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സാലറി പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ്, അതുപോലെ റിക്കവറി പേയ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ ആണ്. ഇതാണ് സർവീസ്. കണ്ടോ, മന്ത്ലി സാലറി പ്രിപ്പറേഷനുള്ള സർവീസ് എടുക്കുന്നു, സാലറി എടുക്കുന്നു. ശരി, അപ്പോൾ ഈ മന്ത്ലി സാലറി പ്രിപ്പറേഷൻ എന്നുള്ളത് ഇത്തരത്തിൽ മാപ്പ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫ്ലോയിൽ പോവുക. ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ, ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ. അതേപോലെ റിക്കവറി പേയ്മെൻറ്റ് ഇതുപോലെ പോവുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഈ രണ്ടെണ്ണം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ഈ സർവീസിൽ നിന്നും എടുക്കുന്നു. അതായത് എന്താണ് പറയുന്നത്, കണ്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഈ ഹെഡിൽ നിന്നും നമ്മൾ എടുക്കുന്നു. കണ്ടോ, റിക്കവറി പേയ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നു, മന്ത്ലി സാലറി പ്രിപ്പറേഷൻ ആണെങ്കിൽ സാലറി. ഈ 2 പ്രോസസ്സ് ഒഴികെ ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ ഇതുവഴിയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ബേസിക് എന്നല്ല പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി തന്നിട്ടുണ്ട് വിശ്വസിക്കുന്നു. പിന്നെ മെർജിങ് ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മെർജിങ് എന്നുള്ള പ്രോസസ്സ് ഫയലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പലതരത്തിലുള്ള ഫയലുകളെ ചോദിച്ചു അങ്ങനെയല്ല. നമ്മൾ ഒരു റിക്കവറി പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ റിക്കവറി പിടിച്ചിട്ടുണ്ടോ അതെല്ലാം വരും. ആ ഒരു ഫയലിൽ തന്നെ അത്രയും റിക്കവറി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലായോ?
ഇപ്പോൾ നിങ്ങൾ KPPF എല്ലാവരുടെയും കൂടി ഒരു 50,000 പിടിച്ചിട്ടുണ്ട് സാലറിയിൽ. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ വീണ്ടും നിങ്ങളിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഒരു KPPFൻ്റെ ഈ രണ്ട് കറക്റ്റ് സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ട് KPPFൻ്റെ 50,000 1 ലക്ഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് അടിക്കാൻ കഴിയും. ഇതാണല്ലോ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ളൊരു സർവീസ് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ റിക്കവറി ആയിട്ട് പിടിക്കുന്ന എല്ലാം ഇവിടെ വരും. ഓക്കെ, അത് ആദ്യത്തെ പോയിന്റ്. അതെ അതെ, ദാ ഈ സ്ക്രീനിൽ റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ള സ്ക്രീനിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഹെഡുകൾക്ക് അനുസൃതമായിട്ട് ജസ്റ്റ് ഇനി അതും കൂടി കാണിച്ചു തന്നില്ല വേണ്ട. ഓക്കെ, കണ്ടോ, ഇവിടെ നിങ്ങളിപ്പോൾ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും പേയ്മെൻറ്റ് ഓർഡറിൽ പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയി നിങ്ങൾ അടച്ച ഇത്രയും പേയ്മെൻറ്റ് ഓർഡർ കാണാൻ കഴിയും. കണ്ടോ, ആ പേയ്മെൻറ്റ് ഓർഡർ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് ഒരൊറ്റ റിക്കവറി ആയിട്ട് അടയ്ക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? നോക്കൂ, റിക്കവറി പേയ്മെൻറ്റ് സ്ക്രീന് കാണുന്നുണ്ടല്ലോ. സാലറി പ്രിപ്പറേഷൻ, റിക്കവറി പേയ്മെൻറ്റ് ഒഴികെയുള്ള എല്ലാ സർവീസും ക്ലെയിം വഴി വരണം. മന്ത്ലി സാലറി പ്രിപ്പറേഷൻ്റെ റിക്കവറി പേയ്മെൻറ്റ് എന്നുള്ള സർവീസും അതിൽ ക്ലെയിം ഒഴികെയുള്ള ബാക്കി ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ ഓതറൈസർ അതുപോലെ പേയ്മെൻറ്റ് ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ എന്ന് ചുരുക്കിയിട്ടുണ്ട്. രണ്ടാമത് ഇത് രണ്ട് മെനു, ഈ പറഞ്ഞ മെനു വഴിയാണ് ചെയ്യുന്നത് എന്നും കൂടി മനസ്സിൽ വെക്കുക. നിങ്ങൾ പിടിച്ച റിക്കവറി മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ അതിൻ്റെ ഫ്ലോ മാത്രം ഇപ്പോൾ മനസ്സിൽ വെക്കുക. ബാക്കി പ്രോസസ്സ് ഇത് നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും. എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. മെർജിങ് എന്ന് പറഞ്ഞാൽ ഒരേ സർവീസിലുള്ള ഫയലുകളെ മെർജ് ചെയ്ത് ഒരൊറ്റ ഫയലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പേയ്മെൻറ്റ് പ്രോസസ്സ് എളുപ്പമാക്കാൻ കഴിയും. എന്തിനാണ് അതിൻ്റെ ഗുണം? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബില്ല് തന്നു ഒരേ സർവീസിലുള്ളത്, അടുത്ത ദിവസം അവർ ബില്ല് തന്നു കഴിഞ്ഞാൽ ഈ 2 ബില്ല് സെപ്പറേറ്റ് ക്ലെയിം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എത്ര സമയമാവും? ക്ലെയിം ചെയ്തു, പിന്നെ പേയ്മെൻറ്റ് ഓർഡർ ചെയ്തു, പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ 2 ബില്ലും അതുപോലെ ചെയ്യണം. അപ്പോൾ അതല്ലാതെ ഈ 2 ഫയൽ കൂടി മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലെയിം വഴി പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മെർജിങ് എന്ന പോർഷൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച് തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.